ഷൈൻ ടോം ചാക്കോയുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്തിന് ഇറങ്ങി ഓടി എന്ന പോലീസിന്റെ ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുന്നത് ഗുണ്ടകൾ എത്തി എന്ന് കരുതിയാണ് ഇറങ്ങി ഓടിയത് എന്നതാണ്. ഡാൻസ് ഓഫ് ആണ് എന്നറിയില്ലായിരുന്നു എന്ന്. വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി. വിഷ്ണു, നേരത്തെയും ഇങ്ങനെയൊക്കെയുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു, തന്നെ ആക്രമിക്കാൻ ആരോ എത്തി എന്നതിന്റെ അടിസ്ഥാനത്തിൽ താൻ ഓടുകയായിരുന്നു എന്ന്. ആ മറുപടി നൽകിയിരിക്കുകയാണോ? അനുജ, ഈ ചോദ്യം ചെയ്യലിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ, അതായത് എന്തിനാണോ ഈ ചോദ്യം ചെയ്യൽ നടത്തിയത്, എന്തിനോടി എന്ന ഉത്തരത്തിന് വേണ്ടിയാണ് പോലീസ് ഷൈനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത്. ആ ഘട്ടത്തിൽ ഷൈൻ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ്. ആ ചോദ്യത്തിന് ഗുണ്ടകളാണെന്ന് കരുതിയാണ് താൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. ഡാൻസ് ഓഫ് സംഘമാണെന്ന് അറിയില്ലായിരുന്നു. ഡാൻസ് ഓഫ് സംഘത്തിലെ ആളുകളെ കണ്ടപ്പോൾ ഗുണ്ടകളാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് താൻ അവിടെ നിന്ന് ഓടിപ്പോയത്. അതല്ലാതെ പരിശോധന ഭയന്നല്ല താൻ അവിടെ നിന്ന് ഓടിപ്പോയതെന്ന നിർണായകമായ വെളിപ്പെടുത്തൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു മറുപടിയാണ് നിലവിൽ ഷൈൻ ടോം ചാക്കോ ACP-മാർക്ക് മുമ്പിൽ നൽകിയിരിക്കുന്നത്. ഇനി ബാക്കി ചോദ്യം ചെയ്യൽ തുടരും. അങ്ങനെയെങ്കിൽ അതിന്റെ ഒരു പശ്ചാത്തലം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഗുണ്ടകൾ എത്തേണ്ട സാഹചര്യം എന്ത് എന്ന കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ട, അത്തരത്തിലൊരു ഭയത്തിന്റെ ആവശ്യമുണ്ട്, മറ്റേതെങ്കിലും പ്രശ്നത്തിൽ ഷൈൻ അകപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലൊക്കെ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ മുതൽ, അല്ലെങ്കിൽ ഈ സംഭവം ഉണ്ടായ ആ നിമിഷം മുതൽ പോലീസും നമ്മളും പൊതുസമൂഹവും ഒന്നാകെ ചോദിക്കുക ഒരു ചോദ്യമാണ്: എന്തിനാണ് നടൻ ഷൈൻ ടോം ചാക്കോ ഈ ലഹരി പരിശോധനയ്ക്കിടെ ഡാൻസ് ഓഫ് പക്ഷേ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ വിഷ്ണു, എന്തിനാണ് ഈ ഗുണ്ടകൾ തേടി വരുന്നത്? ഷൈൻ ടോം ചാക്കോയെ ഗുണ്ടകൾ തേടി വരുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ നിലവിൽ? എന്തിനാണ് അവർ തേടി വരുന്നത്? അനുജ, അക്കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ആ മുറിയിൽ സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് ഗുണ്ടകളെ വിളിച്ചു വരുത്തുമെന്നൊരു അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നയാൾക്ക് നേരത്തെ കരുതിയിരുന്നോ, ആ ഒരു പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഓടിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചോദിച്ചു വരികയാണ്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വാർത്ത തന്നെയാണ്. അതായത് നേരത്തെ ഈ സംഭവം ഉണ്ടായ ദിവസം മുതൽ നമ്മൾ ചോദിക്കുന്നതാണ് എന്തിന് ഷൈൻ ഓടിയെന്ന്. അതിലൊരു മറുപടി ഷൈൻ ടോം ചാക്കോ തന്നെ പോലീസിന് നൽകിയിരിക്കുന്നു. നേരത്തെ അത് അന്തരീക്ഷത്തിൽ നിന്നിരുന്നു. ഷൈൻ തന്റെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞിരുന്നു ആ മറുപടി. ഇപ്പോൾ അത് ഔദ്യോഗികമായി പോലീസ് റെക്കോർഡിന്റെ ഭാഗമായി ഷൈൻ നൽകിയിരിക്കുന്ന മറുപടിയാണ്. ഷൈൻ ഓടിയത്, അതായത് ഞാൻ ഓടിയത് ഡാൻസ് ഓഫ് സംഘം എന്ന് കരുതിയല്ല, അതിലെ ആളുകളെ കണ്ട് ഗുണ്ടകളാണെന്ന് കരുതിയാണ് ഞാൻ ഇവിടെ നിന്ന് ഓടി എന്നൊരു മറുപടിയാണ് ഷൈൻ ടോം ചാക്കോ നിലവിൽ പോലീസിന് നൽകിയിരിക്കുന്നത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ. അതായത് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നമുക്ക് വരുന്ന മറ്റു ചില വിവരങ്ങൾ കൂടിയുണ്ട് വിഷ്ണു. തനിക്ക് സിനിമാ മേഖലയിൽ ശത്രുക്കളുണ്ട്. ആ ശത്രുക്കൾ, അതായിരിക്കാം ഗുണ്ടകൾ എന്ന തരത്തിലേക്ക് ഇയാൾ വിശേഷിപ്പിക്കുന്നത്. അത് അവരെ പേടിക്കുന്നുണ്ട്, ആരാണ് ശത്രുക്കൾ എന്നറിയില്ല എന്നൊക്കെയുള്ള വിശദാംശം കൂടി പറയുകയാണ്. അപ്പോൾ ഗുണ്ടകൾ എന്ന് പറയുന്നത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെയുള്ളവരാണ് എന്ന തരത്തിലേക്കുള്ള മറുപടിയാണ് ഷൈൻ ടോം ചാക്കോ പോലീസിന് നൽകിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങൾ, ഏറ്റവും പുതിയ വിശദാംശങ്ങൾ. അനുജ, അത്തരത്തിൽ ഒരു മറുപടി ഷൈൻ നൽകിയിട്ടുണ്ടെങ്കിൽ പോലും പോലീസ് അതിനെ കാര്യമായി എടുക്കുമോ എന്നുള്ള ഒരു ചോദ്യമായി അവിടെ നിൽക്കുന്നു. കാരണം ഷൈൻ ഇതിനു മുൻപും ഇത്തരത്തിൽ സമാനമായ രീതിയിലൊക്കെ കേസിൽ അകപ്പെട്ടിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തനിക്ക് സിനിമാ മേഖലയിൽ നിന്ന് ശത്രുക്കളുണ്ട്. ആ ശത്രുക്കൾ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ തന്നെ ആക്രമിക്കാൻ എത്തിയെന്നൊരു നടൻ, യാതൊരു കാര്യവുമില്ലാതെ ആക്രമിക്കാൻ എത്തിയെന്നൊക്കെ ഒരു നടൻ പോലീസിന് മുൻപിൽ പറയുമ്പോൾ അത് ആരാണ് എന്ന് പറയാൻ പോലും അയാൾക്ക് പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ മൊഴി പോലീസ് വിശ്വാസത്തിലെടുക്കുമോ എന്നുള്ളത് ഒരു ചോദ്യമേ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതാണ് ഷൈൻ ടോം ചാക്കോ ഔദ്യോഗികമായി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഗുണ്ടകളാണ് എന്ന് കരുതി താൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി എന്നുള്ളതാണ്. പോലീസ് ആ മറുപടിയിന്മേൽ വിശദമായി ചോദ്യം ചെയ്യൽ നടത്തുകയാണ്. അങ്ങനെയെങ്കിൽ ആരാണ് ആ ഗുണ്ടകൾ, എന്തിനാണ് ഷൈനെ ആക്രമിക്കേണ്ട കാര്യം അവർക്കുള്ളത്, ആരാണ് ആ ശത്രുക്കൾ, ഏത് തരത്തിൽ സിനിമയിൽ നിന്നുള്ള ശത്രുക്കളാണോ എന്ന കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. അതിനുശേഷമായിരിക്കും അടുത്ത ഘട്ടം, അതായത് സിനിമാ മേഖലയിലെ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള നടപടി, അല്ലെങ്കിൽ അത്തരം ചോദ്യങ്ങളിലേക്കൊക്കെ പോലീസ് പോകുക നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം, താൻ പേടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്തിനാണ് അവരെ പേടിക്കുന്നത് എന്ന് പോലീസ് ചോദിക്കുന്നു. തന്റെ വളർച്ച ഇഷ്ടപ്പെടാത്തവർ, അവരാണ് തന്റെ ശത്രുക്കൾ, അത് ആരാണ് എന്നറിയില്ല. ഇത്തരം മറുപടി, ഇതൊക്കെ എത്രത്തോളം വിശ്വസനീയമാണ് വിഷ്ണു? അഭിഭാഷകൻ പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു എന്നാണോ നമ്മൾ കരുതേണ്ടത്?
പോലീസ് ഈ മൊഴി വിശ്വാസത്തിലെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം പോലീസിന്റെ പക്കൽ അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതിന്റെ കൃത്യമായ രേഖകളുണ്ട്, കൃത്യമായ ദൃശ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഷൈൻ പറയുന്നത് മാത്രം അങ്ങ് അപ്പാടെ വിഴുങ്ങാനും അപ്പാടെ വിശ്വസിക്കാനും പോലീസ് തയ്യാറാകില്ല. സ്വാഭാവികമായും ഷൈൻ ഇന്നലെ അഭിഭാഷകരെ കണ്ടിരുന്നു. അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് ലഭിച്ച വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരം കോച്ചിംഗ് ഒക്കെ ഷൈന് ഈ മറുപടിയുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടാകും. ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കും ഇത്തരത്തിലുള്ള മറുപടികൾ നൽകുന്നത്. ഷൈൻ പോലീസിനോട് പറയുന്നത് ഇങ്ങനെയാണ്: സിനിമാ മേഖലയിൽ തനിക്ക് ചില ശത്രുക്കളുണ്ട്, അത് ആരെല്ലാമാണെന്ന് തനിക്ക് അറിയില്ല. തന്റെ വളർച്ചയുമായി ബന്ധപ്പെട്ട നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ തന്റെ വളർച്ച സമീപകാലത്ത് ഷൈൻ ഇല്ലാത്ത സിനിമകൾ വളരെ ചുരുക്കമായിരുന്നു. അങ്ങനെ തനിക്ക് ഒരു വലിയ ഫാൻ ബേസ് അല്ലെങ്കിൽ വലിയൊരു സെലിബ്രിറ്റി സ്റ്റാർഡം ഒക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നോട് ചില ആളുകൾക്ക് അതൃപ്തിയുണ്ട്. അവരിൽ നിന്ന് ആരെങ്കിലും ആക്രമിക്കാൻ വന്നതാണോ എന്നൊരു കാര്യം തങ്ങൾ സംശയിക്കുന്നു എന്നാണ് ഷൈൻ നിലവിൽ പോലീസിന് നൽകുന്ന മൊഴി. പക്ഷേ അപ്പോഴും ആ മൊഴിയിൽ കുറെ വ്യക്തത കുറവുണ്ട്. ആരാണ് എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഷൈന് വ്യക്തത നൽകാൻ പറ്റുന്നില്ല. എന്തിനാണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും മുൻ അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ പോലീസ് അത് മുഖവിലക്കെടുത്തുകൊണ്ട് അത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള സാധ്യതയില്ല. ഇത്തരം എന്തെങ്കിലും തരത്തിലുള്ള ഭീഷണി അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടോ, സിനിമാ മേഖലയിൽ നിന്ന് ഉള്ളവരിൽ നിന്ന് തന്നെ എന്നൊക്കെയുള്ള ചോദ്യങ്ങളിലേക്ക് പോലീസ് കടക്കാനുള്ള സാധ്യതയില്ലേ? അനുജ, അത്തരം ചോദ്യങ്ങളാണ് നിലവിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗുണ്ട ആക്രമണം എന്ന് പറയുമ്പോൾ അത് ഏത് സാഹചര്യത്തിൽ എങ്ങനെയാണ് ഗുണ്ടകൾ ഷൈനെ തേടി എത്തുക എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഷൈൻ ആരെങ്കിലുമായി നേരത്തെ പ്രശ്നമുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ ഷൈന് നേരിട്ടോ അല്ലാതെയോ ഒക്കെ ലഭിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണല്ലോ ഒരു ദിവസം പെട്ടെന്ന് മുറിയിലേക്ക് 2-3 പേർ തന്നെ ആക്രമിക്കാൻ വരുമെന്ന ഒരു തോന്നൽ ഒരാൾക്ക് ഉണ്ടാകുക. അപ്പോൾ അത്തരത്തിലൊരു സംഭവം അല്ലെങ്കിൽ മുൻ എക്സ്പീരിയൻസ് ഏതെങ്കിലും തരത്തിലുള്ള മുൻ അനുഭവങ്ങൾ ഷൈൻ ടോം ചാക്കോക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് പോലീസ് വിശദമായി ചോദിക്കുകയാണ്. അതിലൊരു മറുപടി അല്പസമയത്തിനകം ഷൈൻ നൽകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിൽ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ വിശദാംശങ്ങളൊക്കെ നമുക്ക് ലഭ്യമാക്കാനാകും. നിലവിൽ ഈ ഷൈൻ ഓടി എന്ന് പറയുമ്പോൾ അത് ഗുണ്ട ആക്രമണം ഭയന്ന് ഓടി അല്ലെങ്കിൽ ഗുണ്ടകളെ കണ്ട് ഓടി എന്നൊരു മറുപടിയാണ് നൽകിയിരിക്കുന്നത്. അത് പോലീസ് അതിൽമായി ഉപചോദ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അതിൽ വിശദമായൊരു അന്വേഷണം അല്ലെങ്കിൽ വിശദമായ ചോദ്യം ചെയ്യൽ ആ മറുപടിയുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുകയാണ്. എന്തിനാണ് ഇറങ്ങി ഓടിയത്? ഡാൻസ് ഓഫ് പരിശോധനയ്ക്കിടെ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഷൈൻ ടോം ചാക്കോ പോലീസിന് നൽകിയ മറുപടി: ഓടിയത് ഗുണ്ടകൾ എത്തിയിട്ടുണ്ട് എന്ന് കരുതിയാണ്, ഡാൻസ് ഓഫ് സംഘമാണ് എന്ന് താൻ അറിഞ്ഞിരുന്നില്ല. ഗുണ്ടകൾ എന്ന് ഉദ്ദേശിക്കുന്നത് സിനിമാ മേഖലയിൽ തന്നെയുള്ള തന്റെ ശത്രുക്കളാണ്. തന്റെ വളർച്ചയിൽ അസൂയ പൂണ്ട ചില ആളുകൾ ആക്രമിക്കാനെത്തി എന്നുള്ളത് ഭയത്തിലാണ് താൻ ഓടിയത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിന്മേലുള്ള കൂടുതൽ ചോദ്യങ്ങൾ പോലീസ് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തന്റെ വളർച്ച ഇഷ്ടപ്പെടാത്തവരാണ് തന്നെ ആക്രമിക്കാൻ വരുന്നത്, അവരെ എന്തിനാണ് പേടിക്കുന്നതെന്നൊക്കെ പോലീസ് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് എല്ലാ ഫോണുകളും കൊണ്ടുവന്നില്ല? 3 ഫോണുകൾ ഉപയോഗിക്കുന്നു, അതിൽ എല്ലാ ഫോണുകളും കൊണ്ടുവരാത്തത് എന്തുകൊണ്ട്? ഒരു ഫോൺ മാത്രം കൊണ്ടുവന്നത് എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ മറന്നുപോയി എന്ന ഉത്തരം കൂടി ഷൈൻ ടോം ചാക്കോ നൽകിയിട്ടുണ്ട്. നമ്മൾ ഈ ചോദ്യം ചെയ്യലിന്റെ ഏറ്റവും പുതിയ വിശദാംശങ്ങൾ, ഏറ്റവും ആധികാരിക വിശദാംശങ്ങൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്.